നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഏറ്റവും അല്ല അവര് നമ്മുടെ വീഡിയോ കാണുന്നോണ്ടാണല്ലോ നമ്മൾ ഇതുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും കുറച്ച് ചിലപ്പോൾ 1.5 വണ്ടെങ്കിൽ തന്നില്ലാണെങ്കിൽ സങ്കടം. അതുകൊണ്ട് ഞാൻ പറയാണ്ടിരുന്നത്. അതെ 2010 വീഡിയോ അല്ലേ. അതായത് വേറൊരു ഇതിന്റെ ഒരു എക്സാക്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഡലിൽ 7 സീറ്ററിൽ ഈ വിലക്ക് കിട്ടുന്ന വേറൊരു വണ്ടിയില്ല, സത്യമാണ്. അതായത് മൈലേജിന്റെ രാജാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 25 കിലോമീറ്റർ മേലെ മൈലേജ് കിട്ടുന്ന സ്വിഫ്റ്റ് ആണ്. ഹോണ്ട സിറ്റി 2016 മോഡൽ വി വണ്ടി. 16 വി അല്ലേ? 16 വി ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഒരു രക്ഷയില്ലാത്ത മൈലേജ് കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 90,000 രൂപയ്ക്ക് 2007 സാൻഡ്രോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 4,90,000 രൂപ ലോണ് കിട്ടി. 30,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഇവിടെ ഇട്ടേക്കുന്നതാണ്. ക്ലീൻ വണ്ടി 3.5 ലക്ഷം രൂപ കൊടുക്കാം. 3.5 25,000 അങ്ങോട്ട് കിട്ടും അല്ലേ? നമ്മുടെ കൊല്ലത്തെ ട്രസ്റ്റ് വാല്യൂയിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഓൾറെഡി ഒരു എപ്പിസോഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ എന്തായാലും ഇന്നിവിടെ കുറച്ചധികം ലോ ബഡ്ജറ്റ്, അതായത് വളരെ വളരെ വില കുറഞ്ഞ നമ്മുടെ അതായത് എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള ഏറ്റവും സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ചധികം വണ്ടികളുണ്ട്. അതാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വാറണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വാറണ്ടി ഓൺ സർട്ടിഫൈഡ് കാർസ് ഫോർ എ പീരീഡ് ഓഫ് 12 months ഓർ 15,000 കിലോമീറ്റർ അങ്ങനെയൊക്കെയാണ് വണ്ടിയിൽ. അല്ല എന്താ ഇവിടെ ഇരിക്കുന്നത്? എ സിക്കകത്ത് ഇരുന്നാൽ മതിയോ? വണ്ടി കാണിക്കണ്ടേ? പിന്നെ കാണിക്കാം. അതെ, കൊള്ളാം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മുടെ സുഹൈൽ ബ്രോ തന്നെയാണോ പറഞ്ഞു തരുന്നത്. വാറണ്ടിയൊക്കെ ഉഷാറായല്ലോ അല്ലേ? വാറണ്ടി ഇതേ കണ്ടില്ലേ, 12 മാസത്തിൽ 15,000 കിലോമീറ്റർ. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതായത് വാറണ്ടി എല്ലാവരും കൊടുക്കുന്നുണ്ട്, എല്ലാ ഷോറൂമും ഒരുവിധം ഇപ്പോൾ ആയി തുടങ്ങി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഇവിടെ കിടക്കുന്ന ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടികൾ മുതൽ എല്ലാത്തിനും കൊടുക്കും അല്ലേ നമ്മൾ? എല്ലാ വണ്ടികളും ആണ് നമ്മുടെ ഹൈലൈറ്റ് കേട്ടോ. അപ്പൊ എന്തായാലും കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുത്താലോ? നല്ല വില കുറച്ച് മാക്സിമം ലോണൊക്കെ കയറൂലേ? എല്ലാം നല്ല ലോണും നല്ല വില കുറച്ച് നമ്മുടെ ഏറ്റവും ചെറിയ പ്രോഫിറ്റ് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ മിസ് ചെയ്യേണ്ട, നമുക്ക് നേരെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് നല്ല അടിപൊളി ഒരു ഇയോൺ എന്ന് തുടങ്ങാം കേട്ടോ. അതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. പിന്നെ വാറണ്ടീൻ്റെ ഒരു കേസിൽ പാർക്ക് ആൻഡ് സെയിൽ വണ്ടിക്ക് നിങ്ങൾ വാറണ്ടി കൊടുക്കൂല അല്ലേ? പാർക്ക് ആൻഡ് സെയിൽ വണ്ടിക്ക് നമുക്ക് വാറണ്ടി കൊടുക്കും. കസ്റ്റമർ കൊണ്ടുവന്ന് നമുക്ക് വിലയിൽ ധാരണയാവാത്തതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് വിറ്റ് ക്യാഷ് തരാം. അപ്പം നമുക്കിത് എന്താണ് അതിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റില്ല. മറ്റേ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് അത്യാവശ്യം ഓടിച്ച് നോക്കി ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം എടുത്ത് ചെക്ക് ചെയ്തിട്ടാണ്. മറ്റേ നമ്മൾ കസ്റ്റമർ ഡയറക്റ്റ് മറ്റേ ഓണറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക, അവർ തമ്മിൽ വില സംസാരിച്ച് ധാരണ എടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വാറണ്ടി എന്ന് പറയുമ്പോൾ 100% ഈ വാറണ്ടീൻ്റെ ആൾക്കാർ വന്ന് വണ്ടി ഇൻസ്പെക്ട് ചെയ്തിട്ടൊക്കെയാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പാർക്ക് ആൻഡ് സെയിലുള്ള വണ്ടികൾക്ക് അങ്ങനെ കിട്ടില്ല. അപ്പോൾ കുറച്ച് വണ്ടികൾ ഇപ്പോൾ ഈ ഒരു ലോ ബഡ്ജറ്റ് വണ്ടികളിൽ കുറച്ച് പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് സ്പെഷ്യലായിട്ട് ഞാനൊന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഒരുവിധം ഉള്ള വണ്ടികൾക്ക് എല്ലാത്തിനും വാറണ്ടി ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇയോണെന്ന് തുടങ്ങാം കേട്ടോ. ഇത് ഏതാ മോഡലൊക്കെ? 2018 വണ്ടി. 18 2018 ഇയോൺ സിംഗിൾ ഓണർ വണ്ടി. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് 2,50,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. 2.5 ലക്ഷം രൂപയ്ക്ക് 2018 വണ്ടി. ഒരു 2.30 വരെ ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണൊക്കെ കയറണ്ടല്ലേ ശരിക്കും? ഞാൻ എന്താ പറയാത്തെന്ന് അറിയാമോ, ഈ ആൾക്കാർ വിളിച്ചിട്ട് ഫുൾ ഓൺ എന്ന് പറയുമ്പോൾ ഈ പിന്നെ നമ്മുടെ ഈ ലോണിന്റെ എക്സിക്യൂട്ടീവ് പറയും ഫുൾ ഓണോ, ഇപ്പൊ നിങ്ങൾ പൈസ ഒന്നും ഇടുന്നില്ലേ? അതെ 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 ആ ഒരു ഡയലോഗ് വരും. എല്ലാവരും എനിക്ക് ഫുൾ ഓൺ വേണമെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, എന്തെങ്കിലും ഇടുമെന്ന് ഒരു ബഡ്ജറ്റ് കയ്യിൽ വെച്ചിട്ട് വരിക, ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ചെയ്തു തരും, പൈസ തിരിച്ചു കൊണ്ടുപോകും. അതെ, വാല്യൂഷൻ ഇടുന്ന അനുസരിച്ചിരിക്കും മാക്സിമം. ഇതൊക്കെ സുഖമായിട്ട് 2.25 2.30 സുഖമായിട്ട് വീഴും അല്ലേ? 18 വണ്ടി, ലോ കിലോമീറ്റർ, കുഴപ്പമൊന്നുമില്ല, റീപ്ലേസ് ഇല്ല, ഒരു പ്രശ്നമില്ല, നീറ്റ് ക്ലീൻ വണ്ടി കേട്ടോ. ടയർ ഭാഗങ്ങളാണെങ്കിലും ഒരു 90% ഉണ്ട്. 2,50,000 രൂപ, 20,000 രൂപയും കൊണ്ട് പോരെ. 2.30 കൺഫേം ലോൺ ആണല്ലേ? ഓക്കെ, അതേപോലെ തന്നെ 2013 ഷെവർലെയുടെ ബീറ്റ് ആണ്, ഡീസൽ, ടൂ ഡോർ വിൻഡോ വരുള്ളൂ അല്ലേ? ടൂ ഡോർ പവർ. ഓക്കെ, ഇത് മോഡൽ ഏതാണ്? ബ്ലാക്ക് ബ്യൂട്ടി. ഇത് 2013 അല്ലേ? അത്യാവശ്യം മോഡലുള്ള വണ്ടിയാണ് കേട്ടോ. 13 മോഡലുണ്ട്. പിന്നെ ഓട്ടോ ഒക്കെ എത്ര ഓട്ടം? ഇത് ഒന്നടുപ്പിച്ച് ഓടി 1 ലക്ഷം കിലോമീറ്റർ അടുപ്പിച്ച്. വണ്ടീന്റെ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്തോളാം. കിലോമീറ്റർ ഒന്നും ഒരു ഗ്യാരണ്ടിയും പറയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററി കിട്ടൂല. അല്ല, ഇത് കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. പക്ഷെ നമുക്ക് ഉറപ്പ്, അതിപ്പോ നമ്മൾ ജെന്യൂനാന്ന് പറയുന്നതല്ലേ ഉള്ളൂ, തെളിവൊന്നും കൊടുക്കാനില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, അജു നോക്കിയോളൂ. ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടി. ഇത് നമുക്കിപ്പോ എന്താ പ്രൈസ് വരുന്നത്? രാജു പറയണ പോലെ ഞാൻ കൊടുക്കും. ഒന്നിനൊക്കെ കൊടുക്കോ? 13 അല്ലേ? 1 ലക്ഷത്തിന് കൊടുക്കാൻ പറ്റുമോ? 1 ലക്ഷം രൂപ എടുത്തേക്കാം. ഒന്നിനും കൊടുത്തേക്കാം. അതായത് 13 വണ്ടിയാണ്. ഞാൻ എന്നിട്ട് വെറുതെ ഒന്ന് ചോദിച്ചാണല്ലേ? ഓക്കെ, അപ്പൊ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് ഇത് എടുക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ലാഭങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വണ്ടി നമ്മൾ കൊടുക്കുക, റോൾ ചെയ്യാന്നുള്ള ഒറ്റ കാര്യം. മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് വണ്ടി തരാം. അത് തന്നെയാണ് ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി ചെക്ക് ചെയ്തോളൂ, നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. 2013 മോഡൽ LS ആണ്. അതെ,
ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ജെനുവിൻ ആണ്. 1 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം കേട്ടോ. ലോൺ ഓടിയിട്ടില്ല, 96-7 ഞാൻ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ലോൺ കയറില്ലല്ലോ? ലോൺ കയറി. ഇത് നേരത്തെ കൊടുത്തോണ്ടിരുന്നതാണ്, ഇപ്പൊ അവരത് നിർത്തി. ഈ പുണ്ട് അതായത് ഫിയറ്റ് ഫിയറ്റ് ഉണ്ട്, ഈ ഷെവർലെ മാത്രമേ നിർത്തിയുള്ളൂ. അതെ അല്ല, നിങ്ങൾ അതായത് കോഴിക്കോട് ഭാഗത്തേക്കൊന്നും ഫിയറ്റിനൊക്കെ കുറേ സ്ഥലങ്ങളിൽ കൊടുക്കുന്നില്ല. ഫിയറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഫിയറ്റിന്റെ വണ്ടിക്ക് നിങ്ങൾക്ക് കൊടുക്കട്ടെ. ഒരു ഫിയറ്റിന്റെ വണ്ടി ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതായത് 2 ലക്ഷം രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡീസൽ വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് ഏതാ മോഡൽ? 2010 ഡീസൽ അല്ലേ? VDI. ഇതിനകത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം 4 ടയറും ഒരു 80% ടയർ ഉണ്ട്. പിന്നെ ഓവറോൾ വണ്ടി നല്ല ക്ലീൻ ആണ്. ഒന്നും ചെയ്യാനില്ല, വണ്ടിയാണ്. 1.15 എന്താണ്ട് ഓടിയിട്ടുണ്ട്. 25 വരെ പേപ്പർ ഉണ്ട്. 25 വരെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പക്കയായിട്ടേ കൊടുക്കുള്ളൂ. പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, ബേസിക്കലി വേണ്ട എല്ലാ സാധനങ്ങളും. സീറ്റ് കവറിന്റെ ചെറുതായിട്ടൊന്ന് കീറിയില്ല. സീറ്റ് കവർ മാറ്റാൻ ഇപ്പോൾ വലിയ പൈസ ഒന്നും വേണ്ടല്ലോ. 1800 രൂപയിൽ നമുക്ക് കോയമ്പത്തൂർ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങിച്ചിടാൻ പറ്റും. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ക്ലീൻ വണ്ടി. ഓക്കെ, എന്താ പ്രൈസ് വരുന്നത്? അജു പറയണ വിലക്ക് ഞാൻ ഈ വണ്ടി കൊടുക്കും. സത്യം പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞോ? 1.25 രൂപ കൊടുത്തു. 1.25 അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ 1.5 പറഞ്ഞിട്ട് നിങ്ങൾ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം. അതാ ഞാൻ അങ്ങനെയൊക്കെ പറയും. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഏറ്റവും അല്ല, അവര് നമ്മുടെ വീഡിയോ കാണുന്നോണ്ടാണല്ലോ നമ്മൾ ഇതുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും കുറച്ച് ചിലപ്പോൾ ഞാൻ 1.5 ഉണ്ടെങ്കിൽ തന്നില്ലാണെങ്കിൽ സങ്കടം. അതുകൊണ്ട് ഞാൻ പറയാണ്ടില്ല. അതെ, 2010 വീഡിയോ അല്ലേ? ഈ കിലോമീറ്റർ നമ്മൾ എത്ര പറഞ്ഞത്? 1.15 അല്ലേ? ഏകദേശം ജെനുവിനായിരിക്കും അല്ലേ? വണ്ടി ക്ലീൻ അല്ലേ? നല്ല ക്വാളിറ്റിയാണ്. ഓക്കെ, അതായത് പിന്നെ ടർബോ ആണെങ്കിലും ഇഞ്ചക്ടർ ആണെങ്കിലും ഒരു പ്രശ്നമില്ലല്ലോ, പക്കയാണ്. റണ്ണിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നോക്കിക്കോളൂ, ക്ലീൻ വണ്ടി. ഏകദേശം ഒരു 20-ന്റെ അടുത്ത് മൈലേജും കിട്ടും. 1,75,000 ലോൺ കയറും. ലോൺ അത്യാവശ്യം ഒക്കെ ആയിട്ടാ, ഒരു 1.25 രൂപ സുഖമായിട്ട്. പ്രൈവറ്റ് ഫിനാൻസ് അല്ലേ? പ്രൈവറ്റ് ഫിനാൻസ്, സുഖമായിട്ട്. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ പാവങ്ങളുടെ ഇന്നോവ 7 സീറ്റർ വണ്ടി, 2019 ഗോ പ്ലസ് വണ്ടി. അതായത് വേറെ ഇതിന്റെ ഒരു എക്സാക്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഡലില് 7 സീറ്ററിൽ ഈ വിലക്ക് കിട്ടുന്ന വേറൊരു വണ്ടിയില്ല, സത്യമാണ്. പിന്നെ ഇത് 7 സീറ്റർ എന്ന് പറഞ്ഞാലും 5 സീറ്റർ ആണ്. 2 കുഞ്ഞുങ്ങളുടെ ഒക്കെ കേസാണ് ബാക്കിൽ ഇരിക്കത്തില്ലേ? സീറ്റ് ഉണ്ട് എന്തായാലും. ഏതാ മോഡൽ? 19 മോഡൽ. എത്ര ഓടിയിട്ടുണ്ട് ഇത്? 67,000 കിലോമീറ്റർ. 67,000 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. അതായത് കിലോമീറ്റർ ജെനുവിൻ ആണ്, അത് വളരെ ലോ കിലോമീറ്റർ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന് 4 ടയറും പുത്തൻ ടയർ അല്ലേ? 4 പുതിയ ടയർ ഉണ്ട്, അപ്പോളോ പോലും മാറിയിട്ടില്ല. നല്ല 4 ടയർ ഉണ്ട്, ഓടിക്കാനൊക്കെ നല്ല സുഖമാണ് അല്ലേ? ഏകദേശം ഒരു 18 മൈലേജും കിട്ടില്ല? സുഖമായിട്ട് കിട്ടും, 18 മൈലേജ് കിട്ടും. 7 പേർക്ക് ഇരുന്ന് പോവുകയും ചെയ്യാമല്ലോ. അതെ, പിന്നെ കൊണ്ടുപോകുന്ന ഒരാൾ ഇപ്പോൾ നിലവിൽ ഇതിന്മേൽ ഒരു പണി എടുക്കണ്ട. ഏകദേശം ഒരു 40,000-40,000 കിലോമീറ്റർ സുഖമായിട്ട് ഓടിക്കാനുള്ള ടയർ ഉണ്ട്. അതിന് പൈസ മുടക്കണ്ട, ഒന്നിനും മുടക്കണ്ട. ഒന്നും മാറിയിട്ടില്ല, ക്ലീൻ വണ്ടി. എന്താ റേറ്റ് വരുന്നത്? നമുക്ക് ഇതേ 3,30,000 രൂപ കൊടുക്കും. 3.30. അതായത് 2019 മോഡൽ 7 സീറ്റർ ആണ് കേട്ടോ. പിന്നെ 3 ലക്ഷം രൂപ ലോണും ഇത് പാസ്സായി കിടക്കുവാണ്. പ്രൂഫ് കൊടുത്താൽ മാത്രം മതി, വേറെ വാല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 30,000 രൂപയും കൊണ്ട് വന്നാൽ രാവിലെ വന്നാൽ വൈകുന്നേരം ഈ വണ്ടി കൊണ്ടുപോകാം അല്ലേ? കൊടുത്തുവിട്ടൂടെ? പിന്നെ അവരുടെ ഈ ലോണിന്റെ പ്രൊസീജിയർ ഫിനാൻസുകാരുടെ എന്തെങ്കിലും 1-2 ദിവസം താമസിച്ചാലേ ഉള്ളൂ. അത് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ കുറച്ച് മോശമാണെങ്കിലേ അങ്ങനെ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. എന്തായാലും 30,000 രൂപയ്ക്ക് 7 സീറ്റർ വണ്ടി കൊണ്ടുപോകാം. ഒരു സ്വിഫ്റ്റും കൂടി കാണിച്ചാലോ? ഇത് 2022 സ്വിഫ്റ്റ് ആണ്. ഇത് പെട്രോൾ ഡീസലോ? ഇത് പെട്രോൾ വണ്ടിയാണ്, VXI വണ്ടിയാണ്. ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 7/6/2022 ആണ്. ഇത് VXI അലോയിൽ ചെയ്താണോ? അതെ, VXI അലോയിൽ ചെയ്തത്. ഓക്കെ, ഇത് പിന്നെ ടയർ ഭാഗങ്ങളാണെങ്കിലും 90% ടയർ ഉണ്ട് കേട്ടോ. JK ടയറിന്റെ നല്ല 90% കട്ട് ടയർ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ മോശം. VXI ഓപ്ഷൻ ആണ്. അതാ ഞാൻ ചോദിച്ചത്. ഇത് കമ്പനി വീലാണ്, ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർ, 22,000 കിലോമീറ്റർ അത്രേ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് കമ്പനി തന്ന വീലാണ് കേട്ടോ. VXI ഓപ്ഷനിൽ വരുന്നതുകൊണ്ടാണ്. പിന്നെ 22,000 കിലോമീറ്റർ കിട്ടും. ഹിസ്റ്ററി ഒക്കെ പക്കയായിട്ട് കിട്ടും. ഓപ്ഷൻ ആണ്. 6,95,000 രൂപ കൊടുക്കാം. ഒറ്റ റീപ്ലേസിലെ ക്ലീൻ വണ്ടി. അതായത് ക്ലീൻ വണ്ടിയാണ്, ഒരു പ്രശ്നമില്ല. 2022 മോഡൽ ഉണ്ടെന്നും കൂടി നിങ്ങൾ ആലോചിക്കണം. 6,95,000. ഓക്കെ, ഓൾമോസ്റ്റ് 7 ലക്ഷം രൂപ റേഞ്ചിൽ വരും. നമുക്ക് 6 ലക്ഷം രൂപ നമുക്ക് സുഖമായിട്ട് ലോൺ കിട്ടും അല്ലേ? സുഖമായിട്ട് കിട്ടും. 45 രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടോളൂ. അതുപോലെ തന്നെ 2 വർഷത്തെ വാറണ്ടി കിട്ടും. ഇതിന് ഇപ്പോൾ നിലവിൽ കമ്പനി വാറണ്ടിയും ഉണ്ട് അല്ലേ? പിന്നെ അത് പോരാന്നുണ്ടെങ്കിൽ ഇതും തരും. വെച്ചോളൂ. ഇത് 2018 മോഡല് ഡീസൽ സ്വിഫ്റ്റ് ആണ്. അടിപൊളി. അതായത് മൈലേജിന്റെ രാജാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 25 കിലോമീറ്റർ മേലെ മൈലേജ് കിട്ടുന്ന സ്വിഫ്റ്റ് ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. ഇത് 18-ൽ 80,000 ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. 18-ൽ 80,000 എന്ന് പറയാൻ നല്ല ഓട്ടോ അത്യാവശ്യം.
നമ്മളെ സംബന്ധിച്ച് നല്ല ഞാൻ 18 1.25 കോടി പോലെ വണ്ടി ജെന്യൂൻ കിലോമീറ്റർ. വണ്ടി നല്ല ക്വാളിറ്റിയാണ് കാണാൻ, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതെ അതെ, വണ്ടി വൃത്തിയുണ്ട് കേട്ടോ. ഇത് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും. ഇതിനും ടയർ ഏകദേശം 90% ടയർ ഉണ്ട് കേട്ടോ. 5 രൂപ വരെയൊക്കെ നമുക്ക് ലോൺ കിട്ടും. 5,80,000 രൂപയ്ക്ക് വണ്ടി കൊടുത്തേക്കാം. 18 വണ്ടി അല്ലേ, ഡീസൽ വണ്ടി VDI. 5,80,000 ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആവുമോ എന്തെങ്കിലും? ചെറിയ കുഞ്ഞു രീതി നെഗോഷ്യബിൾ, വളരെ ലൈറ്റ് നെഗോഷ്യബിൾ, വളരെ ചെറിയ രീതി നെഗോഷ്യബിൾ ചെയ്യാനായിട്ടില്ല. എങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഇത് പിന്നെ ലോൺ എത്ര കയറുന്ന പറഞ്ഞാൽ 5 രൂപ വരെ ലോൺ. 5 രൂപ വരെ കയറും അല്ലേ? 5 ലക്ഷം രൂപ വരെ ലോണും കിട്ടും കേട്ടോ. താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഒരു സിറ്റി കാണിച്ചു കൊടുത്താലോ? ഹോണ്ട സിറ്റി 2016 മോഡൽ വി വണ്ടി. 16V അല്ലേ? 16V ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഒരു രക്ഷയില്ലാത്ത മൈലേജ്, നല്ല മൈലേജ് കിട്ടും. പിന്നെന്താ പറയാ, ഹോണ്ടേന്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ എഞ്ചിനൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒന്നും വരാനില്ല. മോശമില്ലാത്ത പവർ, പെർഫോമൻസ് എല്ലാം ഉണ്ടാവും. അതൊക്കെ നല്ല ക്ലീൻ ആണ്. അതെ അതെ, നല്ല വൃത്തിക്ക് തന്നെ സെറ്റ് ചെയ്ത സാധനമാണ്. ഇത് വി ഏതാ ഓപ്ഷൻ ഏതാ? വി അലോയ്സ് ഒക്കെ വരുന്ന ടൈപ്പ്. വി സ്റ്റിയറിംഗ് കൺട്രോളർ നേരെ താഴെ, ABS, 2 എയർ ബാഗ്, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോളർ എല്ലാം വരും. ഫോട്ടോ എത്രയാ? ഒന്ന് അടുപ്പിച്ചോടി. 1 ലക്ഷം അല്ലേ? ജെനുവിൻ ആയിരിക്കുമല്ലോ അല്ലേ? പക്ക ജെനുവിൻ. ക്ലീൻ വണ്ടിയാണ് കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. 5.5 ലക്ഷം ലോൺ കിട്ടും. 5,65,000 രൂപ കൊടുക്കാം. 15,000 രൂപ കൊണ്ടുവന്നാൽ മതി. വെറും 15,000 രൂപ. 15,000 രൂപയും കൊണ്ടുവന്നാൽ ഇത് ഇറക്കാൻ പറ്റും. 5,65,000 വില, 5.5 ലക്ഷം രൂപ ലോൺ കിട്ടും. ഓക്കെ, എന്തായാലും നോക്കിക്കോട്ടെ, ഇതൊന്നും ഒഴിവാക്കണ്ട. നല്ല ക്ലീൻ വണ്ടികളാണ്. ഇത് 2022 മോഡല് കിഡ് RXL ആണ്. RXL, അതായത് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 24/1/2022 RXL എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ്. ന്യൂ ഷേപ്പ് വണ്ടി. ഇത് 1000 cc വണ്ടിയാണ് കേട്ടോ. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ തന്നെയല്ലേ? മാനുവൽ. എത്ര കിലോമീറ്റർ? 22,000 കിലോമീറ്റർ. 22,000. മിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? സോറി, 32,000 കിലോമീറ്റർ. 32,000. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്റീരിയർ ആണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട്. ടയർ ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു 32 ഓടി ടയറാണോ ഈ കിടക്കുന്നത്? 32,000 ഓടി ടയർ ആയിരിക്കും അല്ലേ? അല്ല, ഫ്രണ്ട് ടയർ രണ്ടെണ്ണം മാറിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി കട്ടുണ്ട്. അതെ, ഫ്രണ്ട് ടയർ മാറിയിട്ടുണ്ട്. വേറെ ഒരു അപാകതയില്ലല്ലോ? ഒന്നുമില്ല, ഒരു വകയില്ല. ഓക്കെ, എന്താ പ്രൈസ്? നമുക്കിത് 3,90 കൊടുക്കാം. ഓൾമോസ്റ്റ് 4 രൂപ ലോണും കൊടുക്കാം. ഓക്കെ, ക്ലീൻ വണ്ടിയാണ്. അതും പുതിയ വണ്ടി. 4 ലക്ഷം രൂപ ലോണും കിട്ടും. 3,90 വണ്ടിക്ക് വരെയുള്ളൂ. 10,000 രൂപ എണ്ണ അടിക്കാൻ അങ്ങോട്ട് വരും. അത് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. എടുക്കണം ഞാൻ ഒരാളോടും പറയില്ല. പലിശയും ഒക്കെ കൂട്ടി നിങ്ങൾ തന്നെ അടക്കേണ്ടി വരും. നല്ലൊരു വണ്ടി പുതിയത് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് വന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. നല്ലൊരു പൈസ ഡിപ്രിസിയേഷനിൽ ഇത് എടുക്കാൻ പറ്റും. 2007 സാൻഡ്രോ നമ്മളിവിടെ കിടക്കുന്നതിൽ ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടി. 2027 ഒരു പേപ്പറിലുണ്ട്. നല്ല ടയർ ഉണ്ട്, നോക്കിക്കോളൂ. അതെ, വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ 7 ആണെങ്കിലും വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉള്ള വണ്ടിയാണ് ഈ വണ്ടി. സാൻഡ്രോ പിന്നെ പെട്രോൾ വണ്ടിയാണ്. ഒരു 12 മുതൽ 15 വരെ മൈലേജ് 15 ഒക്കെ സുഖമായിട്ട് കിട്ടും. പിന്നെ എന്തൊക്കെ വണ്ടി ഇപ്പൊ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് 2027 ഒരു പേപ്പർ ഉണ്ടല്ലേ? അതെ, ഒരു ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ ചെറിയൊരു ഫാമിലിക്കകത്ത് സീറ്ററൊക്കെ നോക്കി നല്ല സീറ്റർ ചെയ്യാമല്ലോ വണ്ടി. ഇത് ഡ്രൈവിംഗ് പഠിക്കാനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എത്രയോ ഫാമിലിയിലൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. തീർച്ചയായിട്ടും നല്ല അത്രയും ക്ലീൻ വണ്ടിയാണ്. കംപ്ലൈന്റ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. ഒരു റീപ്ലേസ്മെന്റും ഇല്ലല്ലോ? ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ, കറക്റ്റ് ആണ്. ടയർ ഭാഗങ്ങളും ഉണ്ട്. 90,000 രൂപ കൊടുത്തേക്ക്. 90 രൂപ അല്ലേ? 2007 വണ്ടി. 2007 കുറയാണ്ടോ? ഇതിലൊക്കെ വെള്ളം കുടിക്കാനുള്ള പൈസ നമുക്ക് കൊടുക്കാം. ഇവിടെ വരുമ്പോൾ ഞാൻ എല്ലാവർക്കും ബോഞ്ച് വെള്ളം മേടിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 90,000 രൂപയ്ക്ക് 2007 സാൻഡ്രോ നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫുൾ ഓപ്ഷൻ VXi അല്ലേ? വാഗണർ. ഏതാ മോഡല്? 2015 ആണ്. 15 ഓട്ടോ ഒക്കെ എത്രയാ? ഇത് 78,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ വണ്ടി. നല്ല ക്വാളിറ്റി ഉണ്ട്. അതെ, വണ്ടി കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയുണ്ട്. ചെറിയ പൊടി അടിച്ച് കിടക്കുന്നതാണ്. വേറെ ഒരു സ്ക്രാച്ചസോ ഡെന്റോ തട്ടോ മുട്ടോ ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു വകയില്ല. ഒന്നുമില്ല അല്ലേ? ക്ലീൻ വണ്ടിയാണ്. അതേപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തതാണ്. പക്ഷെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ VXi ആയതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷൻസും വൈപ്പറൊക്കെ എല്ലാം വരും. പ്രൈസിംഗ് കൂടി എന്ന് പറഞ്ഞോ? 3,45 കൊടുക്കാം. 3,45. ഓക്കെ, 3,45,000 രൂപയ്ക്ക് 2016. 3 ലക്ഷം രൂപ ലോണും കിട്ടും. 15 അല്ലേ? 3 ലക്ഷം രൂപ ലോണും കിട്ടും. ഒരു 45,000 രൂപ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്തോണ്ട് പോകും അല്ലേ? അതായത് ഒരു പ്രോപ്പർ ഫാമിലി വെഹിക്കിൾ എന്ന് പറയുന്ന സാധനമാണ് ശരിക്കും വാഗണർ അല്ലേ? വേണമെങ്കിലും പോവാം. അത് മാത്രമല്ല, ഇപ്പൊ ഒരു കുടുംബത്തിലേക്ക് ഒരു ഫാമിലി പർപ്പസിന് ഒരാൾ വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും വാഗണർ. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്ത് അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കിക്കോളൂ. 45,000 രൂപ കൊണ്ട് വന്നാൽ 3 ലക്ഷം രൂപ ലോണിൽ ഈ വണ്ടി കൊണ്ടുപോകാം കേട്ടോ.
ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. സുഹേൽ ബ്രോനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറൊക്കെ വീഡിയോയുടെ മേൽഭാഗത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് മറക്കണ്ട. അതുപോലെ തന്നെ 2016 സ്വിഫ്റ്റ് VXi പെട്രോൾ ആണ് കേട്ടോ. പെട്രോൾ വണ്ടി, 16 വണ്ടി, 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ് അല്ലേ? എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഒരു ആക്സിഡന്റ് റീപ്ലേസും ഇല്ല, ക്ലീൻ വണ്ടി. ഓക്കെ, കണ്ട ഈ RFID ടാഗ്, എല്ലാ സാധനവും ഉണ്ട്. മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ. ടയർ ഭാഗങ്ങളും ഏകദേശം ഒരു 90% ഉണ്ട്. ഇന്റീരിയർ നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ്. സീറ്റ് കവർ, മ്യൂസിക് സിസ്റ്റം എല്ലാം വരും. 4 ഡോർ വിൻഡോ എല്ലാ സാധനം ഉണ്ട് അല്ലേ? അതെ. പ്രൈസ് എങ്ങനെയാ? നമുക്ക് 490 കൊടുക്കാം. 16 വണ്ടി 490 ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40 അല്ലേ? 40,000 ലോ കിലോമീറ്റർ ആണ്. ക്ലീൻ വണ്ടി, അതായത് നല്ല എന്താ പറയാ, അധികമൊന്നും ഓടാത്ത ക്ലീൻ വണ്ടി. അതായത് ഒരു പുതിയതെടുത്ത് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. അതെ, നമ്മള് അത് മാത്രമല്ലേ, നമ്മൾ ഈ പറയുന്ന വില ഫൈനലാണ്. നമ്മൾ വളരെ പ്രോഫിറ്റ് വളരെ കുറച്ചിട്ടൊക്കെയാണ്. വാറണ്ടി മറക്കണ്ട. അതെ അതെ അതെ, എല്ലാത്തിനും വാറണ്ടി ഉണ്ട്, ഇതിനും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ലോൺ നമുക്ക് ഇതൊരു 4,00,000 രൂപ സുഖമായിട്ട് കൊടുക്കാം. 4,500 പ്രൊഫൈൽ ഉണ്ടെങ്കിൽ 4,45 രൂപ ലോൺ കയറും ചെയ്യാം. ഏകദേശം ഒരു 10-25,000 രൂപ കയ്യിൽ വെച്ച് വരിക പ്രൊഫൈൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഏകദേശം ഒരു 50,000 രൂപ വെച്ച് വന്നാലും നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം കേട്ടോ. അത്രയ്ക്കും ക്ലീൻ വണ്ടി, ലോ കിലോമീറ്റർ ആണ്. പിന്നെ ഒരു 2018 സിയാസ് അല്ല, ഇത് ഡീസലാണോ? ഇത് പെട്രോൾ ആണ്. അലോയ് വീലിന് തന്നെ നല്ലൊരു പൈസ മുടക്കിയിട്ടുണ്ട്. നല്ല പൈസ മുടക്കുന്നുണ്ട്. അതെ, ഇന്റീരിയർ ഒക്കെ വേറെ ലെവലാക്കി ചെയ്ത വണ്ടിയാണ് കേട്ടോ. മാത്രമല്ല ഇതിന്റെ ലൈറ്റ് ഒക്കെ നല്ല ഭംഗിയാ. അതെ അതെ അതെ, ലൈറ്റ് ഹോൺ ഒക്കെ നല്ല രസമാണ്. പിന്നെ ആ സീറ്റ് കംപ്ലീറ്റ്ലി മാറ്റി നല്ല മസിലൊക്കെ നല്ല രീതിയിൽ ചെയ്തേക്കുന്നത്, നല്ല കുഷ്യനൊക്കെ വെച്ച് ചെയ്താണ്. അതെ, ഈ അലോയ്സിനൊക്കെ എയറൗണ്ട് എനിക്ക് തോന്നുന്നു 1 lakh വരും അല്ലേ? ഓക്കെ, അലോയ്സും ടയറും കൂടി എന്തായാലും ഒരു 1 ന്റെ അടുത്ത് വരും. അതെ അതെ അതെ, ബാക്കിയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോ കേട്ടോ വണ്ടിന്റെ അവസ്ഥ എന്താന്നൊക്കെ ഉള്ളത്. ഇത് എത്ര ഓട്ടം? ഇത് കിലോമീറ്റർ 70 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2018. പേരിന്റെ ഏതാ? സോറി 70 അല്ല, 56,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? ഡെൽറ്റയാണ്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. എന്നിരുന്നാലും എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ. വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്കേറ്റിങ്ങും സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുമുണ്ട്. വിലയും കൂടി ഒന്ന് കേൾക്കട്ടെ. 6,15,000 രൂപ കൊടുത്തേക്ക്. 18 ഡെൽറ്റയാണ് കേട്ടോ. അതും ലോ കിലോമീറ്റർ, 6.15. ഇതൊന്നും RTO പിടിക്കില്ലല്ലോ അല്ലേ? ഇതൊന്നും വലിയ രീതിയിൽ RTO പിടിക്കും. പക്ഷെ RTO പിടിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂളിംഗ് പിടിക്കും. അതെ, കൂളിംഗ് വേണമെങ്കിൽ പറിച്ചു കളയാം, നിങ്ങളുടെ ഇഷ്ടം, നമ്മളൊന്നും പറയുന്നില്ല. കസ്റ്റം റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി നോയിക്കോളൂ. 6,15,000 രൂപ. ഒരു 5.5 മേലെ ലോൺ കയറുമോ? 5.5 പൊന്നെ പോലെ ലോൺ കയറും. കിട്ടും അല്ലേ? ഓക്കെ, 5.5 to 6 ഇടയ്ക്ക് നിങ്ങൾക്ക് ലോൺ കയറും. അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ്. ഏകദേശം ഒരു 50,000 രൂപ കയ്യിൽ വെച്ച് വരും. അതെ അതെ, ബാക്കി നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് എടുക്കാം. ഓക്കെ, എന്തായാലും നോയിക്കോളൂ കേട്ടോ. നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം മോഡൽ കൂടിയ നിങ്ങൾക്ക് ശരിക്കും ഒരു സ്വിഫ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗോ അല്ലേ? ഗോ ഇത് ലോൺ റണ്ണിങ്ങിലാണ്. ചിലപ്പം കസ്റ്റമറിന് കിട്ടിയില്ലെങ്കിൽ വേറെ കസ്റ്റമറിന് എടുക്കാം. ലോൺ പക്ക റണ്ണിംഗ് ആണ്, ഏറെക്കുറെ അപ്രൂവൽ ആണ്. എമൗണ്ട് മാത്രം അറിഞ്ഞാൽ മതി. വേറൊരു കാര്യം പറഞ്ഞാൽ ഇത് മോഡൽ എന്ന് പറഞ്ഞോ, 2019 മോഡൽ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ട്, 2 എയർ ബാഗ്, 2 ഡയമണ്ട് കട്ട് അലോയ്സ് ഉണ്ട്, എല്ലാ ഓപ്ഷൻസ്, ബാക്ക് വൈപ്പർ, ടച്ച് സ്ക്രീൻ സെറ്റ് എല്ലാം വരുന്നത്. അതായത് ഈ ഒരു വണ്ടി നമ്മൾ അങ്ങനെ അധികം കാണാത്തൊരു സാധനമാണ്. അതെ അതെ അതെ, കാരണം ഇതിങ്ങനെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടികൾ വളരെ റെയർ ആണ് കേട്ടോ. ആ മ്യൂസിക് സ്റ്റോക്ക് കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതായത് പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് വരെ ഇലക്ട്രിക്കലി വരുന്ന സാധനമാണ്. ഏറ്റവും കമ്പനി ഇറക്കിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ. 19 മോഡൽ എത്ര ഓടിയുണ്ട്? ഇത് കിലോമീറ്റർ 60,000 കിലോമീറ്റർ. 60 അല്ലേ? നല്ല ക്ലീൻ വണ്ടിയാണ്. അതായത് ഒരു 19 മോഡൽ സ്വിഫ്റ്റ് നിങ്ങൾ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ലോണൊക്കെ ഏറെക്കുറെ ആയതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇട്ടേക്കുന്നത്. ലോൺ എമൗണ്ട് വന്നിട്ടില്ല. അതായത് സ്വിഫ്റ്റ് ഈ മോഡൽ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വരുമോ ആ സ്വിഫ്റ്റിന്റെ അതിനേക്കാൾ ക്വാളിറ്റി ഉള്ള വണ്ടി ഞാൻ പറയും. അല്ലേ? സത്യമല്ലേ? അതെ. മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. 1.2 ആണ്, കംപ്ലൈൻസ് ഇല്ല, ക്ലീൻ വണ്ടി. 3.25 ലക്ഷം രൂപ ലോൺ കിട്ടും. 3,20,000 രൂപ എനിക്ക് തന്നാൽ മതി. അത്ര മതി. 3,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകട്ടോ. എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ക്ലീൻ വണ്ടി. ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേൽ മിസ് ചെയ്യരുത് കേട്ടോ. അതായത് ഇതൊക്കെ ലോണിന്റെ പ്രശ്നത്തിൽ നിന്ന് പോകുന്നതാണ് അല്ലേ? കാരണം നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള വണ്ടിയാണ്. നിലവിലിപ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കാം, ഒരു ലോൺ റണ്ണിങ്ങിലുണ്ട്. അത് ഓക്കെ ആവുകയാണെങ്കിൽ അവർ കൊണ്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതുകൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. സെയിം അവസ്ഥ അല്ലേ? 7-8 പേര് ലോൺ തന്നെ അതെല്ലാം പൊട്ടിപ്പോയി. വണ്ടിയുടെ കുഴപ്പമാണോ കസ്റ്റമർ കുഴപ്പമാണോ എനിക്ക് അറിയത്തില്ല. 2015 ആസ്ത ഓപ്ഷൻ ഏറ്റവും ടോപ്പ് വരും കമ്പനി. 6 എയർ ബാഗ്. ഇത് 15 2 എയർ ബാഗ് അല്ലേ? ആസ്റ്റ ഓപ്ഷനിലാണ്. അലോയ് വീൽസ്, എല്ലാവിധ സാധനവും, കീലസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് വരും. പെട്രോൾ ആണ് അല്ലേ? പെട്രോൾ ഉണ്ട്. 60,000 കിലോമീറ്റർ. ഒരു വെറൈറ്റി കളറും കൂടിയാണ്. അതെ, ഗോൾഡൻ കളറാണ്. ഇതൊക്കെ ഈ ലോൺ റണ്ണിംഗ് ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് മാറ്റിയിട്ടേക്കണേ. അതെ, ലോൺ റണ്ണിംഗ് ആയതുകൊണ്ടാണ് പുറകോട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ, ഇതില് ബാക്കിയുള്ള എല്ലാ സാധനവും ഉണ്ട്. കിലോമീറ്റർ എത്രയാ? ഇത് 60,000 കിലോമീറ്റർ. 60 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഹ്യുണ്ടായി i20ന്റെ ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും. 2015 അല്ലേ പറഞ്ഞേ? 2015. 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അതായത് 2015 സ്വിഫ്റ്റിന്റെ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം കൊണ്ടുപോകാം കേട്ടോ.
ഏകദേശം ഒരു 12 മുതൽ 15 വരെ വില മൈലേജ് കിട്ടും. എന്താ വില? 4,70,000 രൂപ. 4,70,000. 4.5 ലോൺ ഞാൻ പറഞ്ഞല്ലോ 2015 സ്വിഫ്റ്റിന്റെ പൈസക്ക് നിങ്ങൾക്ക് ഇതെടുക്കാം. 4.5 ലക്ഷം രൂപ ലോൺ കിട്ടും. അതെ 4,70,000 നമുക്ക് തരാം ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടി. പ്രോപ്പറായിട്ട് ലോണൊക്കെ അടയ്ക്കണമെന്നേ ഉള്ളൂ. ഒരു റീപ്ലേസും ഇല്ല, ക്ലീൻ വണ്ടി. ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ലോണിൻ്റെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കസ്റ്റമർക്ക് അത് പാസ്സാവുകയാണെങ്കിൽ അവർ കൊണ്ടുപോകും. ഇനി പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. ഒരു ഈ 800 അല്ലേ, 2017 ആൾട്ടോ 800 LXI 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ആർമിക്കാരന്റെ വണ്ടിയാണ്. അതെ, AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ ഉണ്ട്. 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ഒരു ആർമിക്കാരെ യൂസ് ചെയ്ത വണ്ടിയാണ്. ആർമിക്കാരന്റെ സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇതൊക്കെ നല്ല ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ്, അതായത് ഒരു ഫോഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സീറ്റ് അവിടെ നല്ല വൃത്തിയുണ്ട്. ടയർ ഭാഗങ്ങളും ഏകദേശം 90% ഉണ്ട്. എടുത്തുകൊണ്ട് പോകേണ്ട ആൾ പെട്ടെന്നൊരു പണി എടുക്കണ്ട. ലോ കിലോമീറ്റർ വണ്ടി. എന്താ വില വരുന്നത്? നമുക്കിത് 2.60 കൊടുക്കാം. 2.60 നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? നെഗോഷ്യബിൾ പറയില്ല, ഏറ്റവും മിനിമം റേഞ്ച് ഇട്ടേക്ക്. വാറണ്ടിയോ? വാറണ്ടി ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ എക്സ്ട്രാ പേയ്മെന്റ്. അപ്പോൾ നെഗോസിയേഷൻ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞോളൂ. ഒരു ഡിസ്കൗണ്ട് ഉറപ്പ്. 2.60 കൊടുക്കാം. നമുക്കൊരു 2.25 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവരെ പറയണം ഒരു ചെറിയ പൈസയിലും കൊടുക്കാം. നിർബന്ധമാണ് നമ്മുടെ ആൾക്കാർക്ക്. നല്ലൊരു റെഡ് സ്വിഫ്റ്റ് ഉണ്ടല്ലോ. ഇത് നമ്മൾ കൊടുത്തതാണ്. ഇത് 2019 വണ്ടിയാ VXI. 5,20,000 കൊടുത്തു കസ്റ്റമറിന്. 5 ലക്ഷം രൂപയ്ക്ക് വിറ്റു. 5,20,000 രൂപയ്ക്ക് 490 പുള്ളിക്ക് ലോൺ പാസ്സായി. 30,000 പുള്ളിക്ക് അടക്കില്ല. അതായത് ഇതോട് ഇട്ടേക്കാണ്. 4,90,000 രൂപ ലോൺ കിട്ടി. 30,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഇവിടെ ഇട്ടേക്കുന്നതാണ്. വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ സ്കോപ്പ് ഉണ്ടോ? ഇല്ല, എനിക്ക് പൈസ വന്നില്ല. എന്റെ അക്കൗണ്ടിൽ വന്നു. എന്റെ അക്കൗണ്ടിൽ 490 വന്നു. അപ്പൊ ഞാൻ പുള്ളിനെ വിളിച്ചു, ഇക്കാ അത് ഇവിടെ ഇട്ടോ, ഞാൻ പൈസ ആകുമ്പോ വന്ന് എടുക്കാന്ന്. അങ്ങനെ പറഞ്ഞേ? വെരി ഗുഡ്. അപ്പൊ എന്തായാലും വേണേ വേഗം വന്ന് എടുത്തോട്ടെ, ഇല്ലേ ഞങ്ങൾ വിൽക്കുന്നത്. അപ്പോ അടുത്തത് ആൾട്ടോ. ഇത് 2016 മോഡൽ ആൾട്ടോ 800 LXI ആണ്. ഇതിലും 4 ടയർ, നല്ല പുത്തൻ ടയർ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് 82,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓക്കെ, 2016 പറഞ്ഞേ? 16. 82,000 എന്താ പറയാ, വലിയ റോഡൊന്നും നമ്മൾ ആ റേറ്റിനാണ് കൊടുക്കുന്ന ഈ വണ്ടി. 16 വേറെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ക്ലീൻ വണ്ടിയാണ്. 2 ലക്ഷം രൂപ ലോൺ പാസ്സാവും. 2,15,000 രൂപ ഞാൻ ഈ വണ്ടി തന്നേക്കാം. നെഗോഷിയേഷൻ ആണോ ചോദിക്കില്ല, ഞാൻ നെഗോഷിയേറ്റ് ചെയ്യൂല കേട്ടോ. ചെയ്യൂല അല്ലേ? തുച്ഛമായ ലാഭമായിട്ടാണ് ഈ വണ്ടിയൊക്കെ പറയണേ. പക്ഷേ നമ്മുടെ ആളാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അത് നിർബന്ധമാണ്. അല്ല, അത് നിർബന്ധമാണ്. അത് മാൻഡേറ്ററി ആണ്. 2,20,000 2,15,000 രൂപയ്ക്ക് തരാം കേട്ടോ. അങ്ങനെ പറയരുത്. അതായത് നിങ്ങൾക്ക് ഒരു എണ്ണ പൈസ എന്തായാലും ഇയാൾ തരും കേട്ടോ. തന്നില്ല എന്നെ വിളിച്ചായി. പിന്നെ അത് നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ചു. അത് എന്താണെന്നറിയോ, അത് നമുക്ക് നമ്മുടെ ആൾക്കാരോടുള്ള സ്നേഹമാണ്. നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർ എന്തായാലും അത് പറഞ്ഞോ, എന്തായാലും കുറച്ച് തരും. 2.15 അല്ലേ? 2 ലക്ഷം രൂപ ലോൺ. 2 ലക്ഷം ശരിക്കും പാസ്സായി കിടക്കും കേട്ടോ. പ്രൂഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ പെട്ടെന്ന് പാസ്സായി കിടക്കും. ഓക്കെ, ഒരു 15,000 രൂപ കയ്യിൽ വെക്കുക. നിങ്ങളുടെ പ്രൂഫ് കൊണ്ടുവന്ന് കൊടുക്കുക. നേരെ നിങ്ങളുടെ പേരിലേക്ക് ലോൺ ആക്കി തരും. വണ്ടിയിൽ പാസ്സായി കിടപ്പുണ്ട്. പക്ഷേ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ, അതായത് ഈ ഒരു കാര്യം എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഗൾഫിലൊക്കെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ വണ്ടി ഗൾഫിൽ നിന്ന് വിളിച്ചവർക്ക് എനിക്ക് ഭയങ്കര വിഷമം. എന്താ അറിയാമോ, ഇവരെല്ലാം വാട്സാപ്പിലാണ് വിളിക്കുന്നത്. എനിക്ക് പ്രോപ്പറായിട്ട് ഇവരുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേര് വണ്ടി വന്ന് കാണുക പോലും ചെയ്യാണ്ട് ഫുൾ പേയ്മെന്റ് ഒരുപാട് പേര് ഞാൻ വീട്ടിലൊക്കെ എത്തിച്ച് ഡെലിവറി ഇഷ്ടം പോലെ പേർക്ക്. അതായത് കണ്ണൂർ പയ്യോളി അവിടെയൊക്കെ ഞാൻ ഈ വണ്ടി എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഞാൻ വണ്ടി എത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ ഇവർ കൊണ്ടുകൊടുത്തിരിക്കുക തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ സന്തോഷം. പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തൊരു ബ്ലാക്ക് ക്രെറ്റ, അത് വയനാടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എടുത്തത്. നമുക്ക് അറിയാവുന്ന ഞാൻ ഇവിടെ നിന്ന് വിളിച്ചാന്നല്ലോ. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ ഇവരോടുള്ള വിശ്വാസം കൊണ്ടോ ആണെന്ന് അറിയാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ വന്ന് നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. നെറ്റിലും ബോൾട്ടിലും ഓടുന്ന സാധനമാണ്. തീർച്ചയായിട്ടും വളരെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ. എന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷമാണ് നമ്മൾ വിശ്വസിക്കുന്നതിൽ. പക്ഷെ എന്നാലും ഇതുപോലെ ചെയ്യണം കേട്ടോ. 2016 മോഡല് പുണ്ടോ ആണ്. 16 അല്ലേ? 16 മോഡല് പുണ്ടോ ആണ്. ഇതിന്റെ ഫ്രണ്ട് 2 ടയർ ഇച്ചിരി മോശം ഉണ്ടായി, ഞാൻ മാറി കൊടുക്കാം. അതെ, മാറി കൊടുക്കാം. ഓക്കെ, ഡീസൽ വണ്ടി കമ്പനി അലോയ് വീലാണ്. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഇല്ല, ഫുൾ ഓപ്ഷൻ. ഇത് പുണ്ടോ ആക്റ്റീവ് ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഇറക്കിയ വണ്ടിയാണ്. കമ്പനി അന്ന് അലോയ്സ് ഇട്ട് കൊടുത്തതാണ്. നെറ്റ് 1 ലക്ഷം കിലോമീറ്റർ ഉണ്ട്. 1 ലക്ഷത്തിന്റെ ടൈമിംഗ് ചെയിനും ബാക്കിയുള്ള എല്ലാം മാറി നമ്മുടെ എറണാകുളം ഷോറൂമിൽ ഇത് മാറിയിട്ടുണ്ട്. ഫുൾ ഡീസൽ ആവുമ്പോൾ നമ്മുടെ കോട്ടറാജ് എഞ്ചിൻ അല്ലേ? കോട്ടറാജിന്റെ സ്വിഫ്റ്റിന്റെ എഞ്ചിൻ 2016 സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ അല്ല, ഇതിന്റെ എഞ്ചിൻ സ്വിഫ്റ്റിൽ. സോറി, ഇവരാണ് എഞ്ചിൻ സ്വിഫ്റ്റ് മാരുതിക്ക് കൊടുത്തത്.
പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, വണ്ടി ടാറ്റയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കോഡ്രാജറ്റും ഇവർ തന്നെയാണ് എഞ്ചിൻ കൊടുത്തത്. എല്ലാം ഫിയറ്റിന്റെ എഞ്ചിനാണ്. പിന്നെ ഒരു റബ്ബർ ഇതൊരു പീസ് ഇത് ഞാൻ ഓർഡർ ചെയ്തെടുത്ത് കൊടുക്കാം. ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം കിട്ടും. ഇത് പറന്നു പോയത് ഈ റബ്ബറിന്റെ ഇതുപോലത്തെ ഒരു പീസ് ഇവിടെ മിസ് ആയിട്ടുണ്ട്. അത് വെച്ചിരും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ, ഒരു വകയില്ല. റീപ്ലേസ് സിംഗിൾ ഓണർ വണ്ടി, 1 ലക്ഷം ഓടിയിട്ടുണ്ട്, 1 ലക്ഷം കിലോമീറ്റർ, 1 ലക്ഷത്തിന്റെ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. ഞാൻ 2 ലക്ഷം വരെ ലോൺ ഇതിന് ചെയ്തു കൊടുക്കാം. കസ്റ്റമർ പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് വിലയോ 2,65,000 രൂപ ഞാൻ ഈ വണ്ടി കൊടുക്കാം. മോഡൽ ഏതാ? 16. നല്ല മൈലേജും ചോദിക്കുന്നത്. പക്ഷെ നെഗോഷ്യബിൾ ആണോ പൈസ? നെഗോഷ്യബിൾ എന്ന് വെച്ചാലേ ശരിക്കും ഈ വണ്ടിയുടെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടി എനിക്ക് ശരിക്കും 2,15,000 രൂപ മതി. ഞാൻ 2,65,000 രൂപ ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി 50,000 രൂപ പെറ്റി കിടപ്പുണ്ട്. പെറ്റിയുണ്ട്, ആ പെറ്റി അടയ്ക്കണം. മനസ്സിലായില്ലേ? ആ പെറ്റി അടയ്ക്കാൻ നമുക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ പെറ്റി അടയ്ക്കാണ്ട് വിൽക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ, അതിന്റെ ഒരു ഫാക്ട് ആണ്. ഇപ്പൊ ഇവർക്ക് എന്തായാലും നഷ്ടം വന്നിട്ട് ഞങ്ങൾ ഇതിപ്പോ എടുത്ത് ഇങ്ങനെ ആയിപ്പോയി. അപ്പൊ അതിപ്പോ ഈ ലേറ്റസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടേ ഉള്ളൂ. 50,000 രൂപ പെറ്റി കാണിക്കണമെങ്കിൽ എന്നാ കളി കളിച്ചിട്ടല്ലേ? പുള്ളി എറണാകുളത്ത് തന്നെയായിരുന്നു. പുള്ളി ഈ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെയും പിന്നെ അല്ലാതെ ഈ ഇച്ചിരി ഓവർ സ്പീഡൊക്കെ ഓടിച്ചതായിരിക്കണം. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ വണ്ടിന്റെ വില അതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടി ഈ പറഞ്ഞ പ്രൈസിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അത്രേ ഉള്ളൂ. വളരെ ഫ്രാങ്ക് ആയിട്ട് തന്നെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ 2014 വെന്റോ കംഫർട്ട് ലൈൻ ആണ്, സെക്കൻഡ് ഓണർ, 90,000 ജെന്യൂൻ കിലോമീറ്റർ, അപ് ടു ഡേറ്റ് സർവീസ് ഉള്ള വണ്ടി, നല്ല ബോഡി ക്വാളിറ്റി. ഡീസൽ വണ്ടി. ഈ ഡീസലിൽ 1490 ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ, ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള വണ്ടി, ഒന്നും ചെയ്യാനില്ല. 3,50,000 ലോൺ പാസ്സായി കിടക്കുന്ന ഈ വണ്ടിക്ക്. അതെ, റീപ്ലേസ്മെന്റ് അല്ല, 3,75 ലോൺ പാസ്സായി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് ഫോർ ഡോർ വിൻഡോ എല്ലാം, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഉള്ള വണ്ടി. ക്വാളിറ്റി ഉണ്ടല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ടയർ ഭാഗം ലേശം കുറവാണ് കേട്ടോ. ഞാൻ ടയർ ഭാഗം ബാക്ക് 2 ഉണ്ട്, ഫ്രണ്ട് ഒരു ഇച്ചിരി മോശമാണേ ഉള്ളൂ. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അല്ലേ? ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടി. 3.5 ലക്ഷം രൂപ കൊടുക്കാം. 3.5. 25,000 അങ്ങോട്ട് കിട്ടും അല്ലേ എടുക്കുന്നവർക്ക്? ഓക്കെ, അതായത് 3,75 ഇപ്പൊ നിലവിൽ ലോൺ പാസ്സായി കിടപ്പുണ്ട്. 3,50,000 രൂപ ഇവർക്ക് കൊടുത്താൽ ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ 25,000 രൂപ വേണമെങ്കിൽ കാശായിട്ട് മേടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് മേടിക്കണ്ട, ഇത് കൊണ്ടുപോയി. ക്ലീൻ വണ്ടിയാണ്, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന സെഡാൻ വണ്ടി, നല്ല പവറും ഉണ്ട്. തെറ്റിദ്ധാരണയുടെ പുറത്ത് വണ്ടി കച്ചവടം തെറ്റിപ്പോയ ഒരു വണ്ടിയാണിത്. ഇത് റയറസ്റ്റ് ആയിട്ട് 1000 cc വണ്ടിയാണ്. ഒരാൾ കസ്റ്റമർ 1000 cc വണ്ടി കംപ്ലൈന്റ് ആണ്. എനിക്കറിയില്ല, എന്നാൽ 1000 cc വണ്ടി കിട്ടാനില്ല. ഈ നല്ല വണ്ടിയാണ്, സ്പോർട്സ് ആയിരിക്കും, സ്പോർട്സ് വണ്ടിയാണ്. വണ്ടി പൈസ ഒക്കെ പേയ്മെന്റ് ഒക്കെ കസ്റ്റമർ എല്ലാം ഓക്കെ ആക്കി അഡ്വാൻസ് തന്നിട്ട് പോയി എടുക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്ന് പറയാം 1000 cc വണ്ടി എടുക്കല്ലേ, അത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. ഈ സാധനം കിട്ടാനില്ല. പിന്നെ എനിക്കും അത് കറക്റ്റ് അറിയില്ല, 1000 cc കംപ്ലൈന്റ് ഉണ്ടോ ഇല്ലയോ. വണ്ടി നല്ല പുള്ളിങ് കൊണ്ടെന്നുള്ള വേറെ ഒരു കുഴപ്പമില്ല. നല്ല വണ്ടിയാണ് ഇത്. 15 വണ്ടി. ഈ മെയിൻ ഗ്ലാസ്സിൽ പൊട്ട് കൊണ്ടുണ്ട്. അത് ഞാൻ മാറാത്തതാണ്. കസ്റ്റമറിന് വേണമെങ്കിൽ ഞാൻ മാറിക്കൊടുക്കും, പൈസ കുറച്ച് തരും. കാര്യം നമ്മളിത് പൊട്ടി നമ്മൾ ആക്സിഡന്റ് ആയി മാറിയതാണെന്ന് ചിലപ്പോൾ വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഇട്ടേക്കുന്നത്, ഈ ക്രാക്ക്. പിന്നെ ഈ വണ്ടി നമുക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 2015 വണ്ടി 1000 cc വണ്ടിയാണ്. ഇത് ചെറിയൊരു പൊട്ടൽ. ഞാൻ എന്താ മാറാത്തെന്ന് വെച്ചാൽ ഇത് മാറിക്കഴിഞ്ഞാൽ ആൾക്കാരായിരിക്കും വലിയ ഇടിയിടിച്ച് മാറിയത്. മനസ്സിലായില്ലേ? വണ്ടി നല്ല വണ്ടി കേട്ടോ, ഒന്നും പറയാനില്ല. വണ്ടി ഓടിച്ചിട്ട് കാശ് തന്നാൽ മതി. 2,50,000. എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടോ. 2 ലക്ഷം വരെ നമുക്ക് 2 ലക്ഷം വരെ നമുക്ക് ലോൺ കിട്ടും. ഈ ഗ്ലാസിന്റെ പൈസ കുറച്ചും തരും കേട്ടോ. പിന്നെ വേറെ അപാകതയൊന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. ഇത് 2006 ഹോണ്ട സിവിക് ആണ്. വളരെ റയർ ആയിട്ട് ഉള്ള ഒരു വണ്ടിയാണ്, കിട്ടാനില്ല ഈ വണ്ടി. ശരിക്കും നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഫാൻ സ്പേസ് ഒക്കെ ഉണ്ട്. അതായത് സിവിക് എടുത്ത് മോഡിഫൈ ചെയ്യുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷൻ ആണോ ഇത്? ഇത് അതെ, ഫുൾ ഓപ്ഷൻ ആണ്. അതായത് ഒരു എക്സ്ട്രാ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട് കേട്ടോ, നല്ല വൃത്തിയുള്ള നല്ല വണ്ടിയാണ്. വണ്ടി ഓടിക്കാൻ നല്ല പക്കയാണ്. പക്ഷെ എല്ലാം പക്കയാണ്. ഇതിന്റെ മൈലേജ് ഒക്കെ കുറച്ച് കുറവായിരിക്കും. മൈലേജ് ഒരു 10-11 മാക്സിമം നോക്കിയാൽ അതിൽ മേളോട്. പിന്നെ ഈ ഹോണ്ട സിവിക് ഒക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പോർഷായിട്ട് റോഡിൽ ഇരുന്ന് പോകാൻ പറ്റും. അതായത് ഓടിക്കുമ്പോഴേ നമ്മുടെ റോഡിൽ ഇരുന്ന് പോകുന്ന കണക്ക് തോന്നും. ആ രീതിയിൽ കംഫർട്ട്, സസ്പെൻഷനും ബോഡിയൊക്കെ ആ രീതിയിൽ ഉണ്ടാക്കിയ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. 2,15,000 രൂപയ്ക്ക് വണ്ടി കൊടുത്തു. 2006 വണ്ടി. പേപ്പർ എല്ലാം പക്ക. കിലോമീറ്റർ ഇത് 1 ലക്ഷം കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. 1,20,000 കിലോമീറ്റർ കേട്ടോ. റീപ്ലേസ് ഒന്നുമില്ല. 2,15,000. ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. ഇത് ആ സിവിക്കും പാർക്ക് ആൻഡ് സെയിൽ. അത് ലോൺ കയറാൻ സാധ്യത ലോണൊക്കെ കയറത്തില്ല. 6 വണ്ടിയിലേക്ക് കയറും. വാറണ്ടിയും കിട്ടാൻ സാധ്യത കുറവാണ്. വാറണ്ടി ഒന്നും കിട്ടത്തില്ല. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 2,15,000 രൂപ 2006 വണ്ടി. ഇനി അതേപോലെ തന്നെ ലേശം പണിയെടുത്തൊരു വണ്ടി ഇവിടെ ഉണ്ട്. 2007. ഇത് ഒരുപാട് പണിയുണ്ട്, എനിക്കറിയില്ല ഇതിനകത്ത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. വണ്ടി പാഡൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ കമ്പനി തന്നെ വരുന്ന പാഡൽ ഷിഫ്റ്റ് കമ്പനി വരുന്നതാ. 2007 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2007 ഓട്ടോമാറ്റിക് CVT ആണ് കേട്ടോ വരിക.
പിന്നെ ഇതെനിക്ക് തോന്നുന്നു വണ്ടി ഒന്ന് ഇരുത്തിയിട്ടുണ്ടല്ലേ ഇത്? അതായത് വണ്ടി ഇരുത്തേച്ച് ഇത് പൊങ്ങയും തരയും ചെയ്യും ഓട്ടോമാറ്റിക്കലി. ഓ, എയർ സസ്പെൻഷൻ ഉള്ള? അതെ അതെ, എയർ സസ്പെൻഷൻ ഉള്ള. അടിപൊളി. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് കേട്ടോ. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ഇത് ഇപ്പോഴും ആണോ? 2007 85,000 ഞാൻ 85,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാ. അതെ അല്ലേ? അതെ, സെക്കൻഡ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്, എനിക്ക് അറിയില്ല എന്തൊക്കെയാ. ഒരു മറ്റേ ഈ സൈലൻസറിൽ നിന്നൊക്കെ മറ്റേ പടക്കം പൊട്ടും, ടപ്പെന്ന് കേൾക്കും. ഓക്കെ, അപ്പൊ റോട്ടിൽ ഇറങ്ങിയ കാശും നല്ലോണം പൊട്ടും. ആർട്ടിയോ പിടിച്ചാൽ അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. അല്ല, ഇത് സ്വിച്ച് ഇടുമ്പോഴേ ഉച്ച വരുള്ളൂ അല്ലേ? ഉച്ച വരുത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടോ. ആർക്കെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോട് വളരെ ക്രേസ് ഉള്ളവർ മാത്രമേ എടുക്കുള്ളൂ. അതെ അതെ അതെ, നോർമൽ യൂസിന് പറ്റുന്നല്ല. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു 7, 8, 8 മൈലേജ് 9 മൈലേജ് ഒക്കെ മാക്സിമം നോക്കി പ്രതീക്ഷ. പിന്നെ CVT കൂടിയാണല്ലോ, അതുകൊണ്ടാണ് നല്ല പവർഫുൾ ആയിട്ട് നല്ല രസമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി. വിലയും കൂടി കേട്ടെ, 3 രൂപ കൊടുത്തേ. 3 ലക്ഷം രൂപ. 3 ലക്ഷം. ഇതിന്റെ പ്രൈസിന്റെ എന്താ പറയുക, ഇതിന്റെ ഒരു മാർക്കറ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല മീൻസ് അതെ അതേ ഉള്ളൂ. ശരിക്കും വണ്ടി എന്നിറങ്ങി മേടിക്കുന്നത് 19 ലക്ഷത്തിന് 20 ലക്ഷം രൂപയൊക്കെ വിലയുണ്ടല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും 3 ലക്ഷം രൂപയ്ക്ക് ഇത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കൊല്ലത്തുള്ള ട്രസ്റ്റ് വാല്യൂലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിളിക്കുഞ്ഞ് ഈക്കോ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് ഏതാ മോഡലൊക്കെ? 2016. 5 സീറ്റർ AC ആണ് ഇത്. 5 സീറ്റർ AC സിംഗിൾ ഓണർ. നല്ല വണ്ടി എങ്ങനെ ഉണ്ടാച്ചു? നല്ല ക്ലീൻ ആണ് കേട്ടോ. അതാ ഞാൻ കിളിക്കുഞ്ഞെന്ന് ഞാൻ പറഞ്ഞത്. കാരണം അത്രയും നീറ്റ് വണ്ടിയാണ്. സ്ക്രാച്ചസോ ഡെന്റോ പൊട്ടലോ ചീറ്റിലോ ഒന്നും എവിടെയില്ല. റീപ്ലേസും ഇല്ല. റിവേഴ്സ് ക്യാമറ സെൻട്രൽ ലോക്ക് ഉണ്ട്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഒക്കെ നല്ല കൂളിംഗ്. പിന്നെ ബാക്കിൽ ഒരു അഡീഷണൽ സീറ്റ് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും 5 സീറ്റർ AC ആണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആണ്. പിന്നെ ഇന്റീരിയർ ഒന്നും വേറെ ഒരു അപാകതയില്ലല്ലോ അല്ലേ? 50,000 ജെന്യൂൻ കിലോമീറ്റർ. 1650 ജെന്യൂൻ. 1650 ജെന്യൂൻ കിലോമീറ്റർ. ഓക്കെ, ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത ക്ലീൻ വണ്ടി. അതായത് മൾട്ടി പർപ്പസ് വണ്ടിയാണ്. ഇപ്പൊ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാനും എടുക്കാം, കച്ചവടക്കാർക്ക് എടുക്കാം, എങ്ങനെ വേണം എടുക്കാം. ഇത് നമുക്ക് നല്ല വിലക്ക് കൊടുക്കാൻ പറ്റുമോ? കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് അതായത് 3,15,000 രൂപ കൊടുത്താൽ 3.15. 2.25 ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഇതൊക്കെ വാറന്റി, നമുക്ക് വാറന്റി ഉള്ള വണ്ടികൾ വാറന്റി കൊടുക്കാൻ പറ്റും. 1 വർഷം വാറന്റി കിട്ടുള്ളൂ. അത് നിങ്ങൾ ആലോചിക്കണം. അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ. അതെ അതെ, നമ്മൾ ഇതിനു മുമ്പ് കുറെ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ 2.25 ലക്ഷം ലോൺ കിട്ടും. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു 10-35,000 രൂപ 40,000 രൂപ റേഞ്ചിൽ കൊണ്ടുവന്നാൽ എടുക്കാം അല്ലേ? അതെ. പിന്നെ എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റുമോ? ചെറിയ രീതി കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, വെള്ളം കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാം. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. വണ്ടിക്ക് വെള്ളം കുടിക്കാൻ തരും, എണ്ണ അടിക്കാനൊക്കെ പൈസ തരും. പിന്നെ വേറൊരു അപാകതയില്ല, ഒന്നുമില്ല. ക്ലീൻ വണ്ടി അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കുറേ വണ്ടികൾ കാണിച്ചു. മിക്കവാറും എല്ലാ വണ്ടിയും ലോ ബഡ്ജറ്റ് വണ്ടികളായിരുന്നു. അതിൻ്റെ അകത്ത് ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ മറക്കാണ്ട് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ മേലെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഒക്കെ വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? അതെ, പിന്നെ തീർച്ചയായും അടുത്തൊരു സ്റ്റോക്കുമായിട്ട് വീണ്ടും വരും കേട്ടോ. അധികം വൈകാണ്ട് തന്നെ വരും. അതുപോലെ തന്നെ ഇനി 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു എപ്പിസോഡും കൂടി വരാനുണ്ട്. അതും മിസ് ചെയ്യാണ്ട് കാണും കേട്ടോ. കുറേ നല്ല ക്ലീൻ വണ്ടികൾ അവിടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണാം. അതുപോലെ എല്ലാവർക്കും ടാറ്റ.